ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സംഭാഷണങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ ഇത് നല്ല സഹായകമാവും. അപ്പോൾ ഞാൻ ഇന്ന് പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ദിവസവും ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ നമുക്ക് പഠിക്കാം. എന്ത് പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം? വാട്ട് വെൻറ്റ് ഓൺ, എന്ത് പോയിക്കൊണ്ടിരിക്കുന്നു. വാട്ട് വെൻറ്റ് ഓൺ, എന്ത് പോയിക്കൊണ്ടിരിക്കുന്നു. വാട്ട് വെൻറ്റ് ഓൺ, എന്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ സമയം പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയാം? ടൈം വെൻറ്റ് ഓൺ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ടൈം വെൻറ്റ് ഓൺ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ടൈം വെൻറ്റ് ഓൺ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്താ പറയുക? വാട്ട് വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്ത് പോയിക്കൊണ്ടിരിക്കുന്നു. സമയം പോയിക്കൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയുക? ടൈം വെൻറ്റ് ഓൺ, സമയം പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഗോ ഓൺ എന്ന് പറഞ്ഞാൽ കടന്നു പോകുക. വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ കടന്നു പോയി. ഇപ്പോൾ സമയം കടന്നു പോകുക എന്നുള്ളതിനെങ്ങനെ പറയുക? ഗോ ഓൺ, കടന്നു പോകുക. അപ്പോൾ പോയി, കടന്നു പോയി, സമയം കടന്നു പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയില്ല. അപ്പോൾ ഇതിനെന്താ പറയുക? വെൻറ്റ് ഓൺ. ഗോൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വെൻറ്റ്. അപ്പോൾ പോയി എന്നുള്ള കാര്യം പറയുമ്പോൾ വെൻറ്റ് യൂസ് ചെയ്യുക. പോകുക എന്നുള്ളതാണെങ്കിൽ ഗോ. ഗോ ഓൺ, കടന്നു പോകുക. വെൻറ്റ് ഓൺ, കടന്നു പോയി. സമയം കടന്നു പോയപ്പോൾ എന്നെങ്ങനെ പറയാം? വെൻ ടൈം വെൻറ്റ് ഓൺ, സമയം കടന്നു പോയപ്പോൾ. 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 അപ്പോൾ ആസിനും ഇതുപോലെ വെന്നിൻ്റെ അതേ സെയിം മീനിങ് ആസിനും വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആസ് ടൈം വെൻറ്റ് ഓൺ, സമയം കടന്നു പോയപ്പോൾ. ഇതേ വെൻ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആസ് ഉപയോഗിക്കുക. ആസ് ടൈം വെൻറ്റ് ഓൺ, സമയം കടന്നു പോയപ്പോൾ. വെൻ ടൈം വെൻറ്റ് ഓൺ, സമയം കടന്നു പോയപ്പോൾ. അപ്പോൾ ആസിന് വെന്നിൻ്റെ അതേ സെയിം മീനിങ് ആണ് വരുന്നത് കേട്ടോ. ഉള്ളൊരു പ്രയോഗമാണ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, പലതരത്തിലുള്ള. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, പലതരത്തിലുള്ള. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, പലതരത്തിലുള്ള. വൺ കൈൻഡ് ഓഫ്, ഒരു തരത്തിലുള്ള. വൺ കൈൻഡ് ഓഫ്, ഒരു തരത്തിലുള്ള. വൺ കൈൻഡ് ഓഫ്, ഒരു തരത്തിലുള്ള. ടു കൈൻഡ് ഓഫ്, രണ്ട് തരത്തിലുള്ള. ടു കൈൻഡ് ഓഫ്, രണ്ട് തരത്തിലുള്ള. ടു കൈൻഡ് ഓഫ്, രണ്ട് തരത്തിലുള്ള. ത്രീ കൈൻഡ് ഓഫ്, മൂന്ന് തരത്തിലുള്ള. ത്രീ കൈൻഡ് ഓഫ്, മൂന്ന് തരത്തിലുള്ള. ത്രീ കൈൻഡ് ഓഫ്, മൂന്ന് തരത്തിലുള്ള. മെനി കൈൻഡ് ഓഫ്, അനേകം തരത്തിലുള്ള. മെനി കൈൻഡ് ഓഫ്, അനേകം തരത്തിലുള്ള. മെനി കൈൻഡ് ഓഫ്, അനേകം തരത്തിലുള്ള. അപ്പോൾ നമ്മൾ ഏതൊക്കെ പറഞ്ഞത്? ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, പലതരത്തിലുള്ള. ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ്, പലതരത്തിലുള്ള. വൺ കൈൻഡ് ഓഫ്, ഒരു തരത്തിലുള്ള. വൺ കൈൻഡ് ഓഫ്, ഒരു തരത്തിലുള്ള. ടു കൈൻഡ് ഓഫ്, രണ്ട് തരത്തിലുള്ള. ടു കൈൻഡ് ഓഫ്, രണ്ട് തരത്തിലുള്ള. ത്രീ കൈൻഡ് ഓഫ്, മൂന്ന് തരത്തിലുള്ള. ത്രീ കൈൻഡ് ഓഫ്, മൂന്ന് തരത്തിലുള്ള. മെനി കൈൻഡ് പറഞ്ഞത് മെനി കൈൻഡ് ഓഫ്. മെനി കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അനേകം തരത്തിലുള്ള. മെനി കൈൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അനേകം തരത്തിലുള്ള. മെനി കൈൻഡ് ഓഫ്, അനേകം തരത്തിലുള്ള. ഈ പ്രയോഗം ഞാൻ പറയുന്നത് ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. പ്രയോഗമാണ് നമ്മൾ പറയാൻ പോകുന്നത്.
ഐ ആം ഹാപ്പി. ഐ ആം ഹാപ്പി എന്ന് പറഞ്ഞാൽ ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഇനി അതിൻ്റെ വേറൊരു പ്രയോഗമാണ് ഐ വാസ് ഹാപ്പി. ഞാൻ അത് ഇതാണ് കേട്ടോ, പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ ഹാവ് ബീൻ ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഒരു പ്രയോഗമാണ് ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു. ഐ ആം ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരുന്നു. ഐ ഹാവ് ബീൻ ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. ഐ ഹാവ് ബീൻ ഹാപ്പി, ഞാൻ സന്തോഷമുള്ളവനായിരിക്കുകയാണ്. പ്രയോഗമാണ് ലുക്ക് ലൈക്ക്, പോലെ തോന്നുക എന്നുള്ള അർത്ഥമാണ്. ലുക്ക് ലൈക്ക് പറഞ്ഞാൽ പോലെ തോന്നുക. വാട്ട് ഡിഡ് ഇറ്റ് ലുക്ക് ലൈക്ക്, അത് എന്തുപോലെ തോന്നുന്നു. 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 ലുക്ക് ലൈക്ക് പറഞ്ഞാൽ പോലെ തോന്നുക എന്നുള്ള അർത്ഥമാണ് വരിക കേട്ടോ. അപ്പോൾ അത് എന്തുപോലെ ഇരുന്നു എന്നിങ്ങനെ ചോദിക്കുക. വാട്ട് ഡിഡ് ഇറ്റ് ലുക്ക് ലൈക്ക്, അത് എന്തുപോലെ ഇരുന്നു. 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 നമ്മൾ പറയില്ല ആ വടി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊരു പേനയാണ്, പേന പോലെ തോന്നി എന്നൊക്കെ പറയില്ല. അതെങ്ങനെ പറയാം. ദിസ് ലുക്ക് ലൈക്ക് എ പെൻ, ഇല്ലേ ഈ പേന ഒരു വടി പോലെ തോന്നുന്നു. ദിസ് പെൻ ലുക്ക് ലൈക്ക് എ സ്റ്റിക്ക്, ഈ പേന ഒരു വടി പോലെ തോന്നുന്നു. ദിസ് പെൻ ലുക്ക് ലൈക്ക് എ സ്റ്റിക്ക്, ഈ പേന ഒരു വടി പോലെ തോന്നുന്നു. ദിസ് പെൻ ലുക്ക് ലൈക്ക് എ സ്റ്റിക്ക്, ഈ പേന ഒരു വടി പോലെ തോന്നുന്നു. ദിസ് പെൻ ലുക്ക് ലൈക്ക് എ സ്റ്റിക്ക്, ഈ പേന ഒരു വടി പോലെ തോന്നുന്നു. ഒരു അധ്യാപകനെ പോലെ തോന്നുന്നു എന്നെങ്ങനെ പറയാം. ഹീ ലുക്ക് ലൈക്ക് എ ടീച്ചർ, അവനൊരു അധ്യാപകനെ പോലെ തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ ടീച്ചർ, അവൻ ഒരു അധ്യാപകനെ പോലെ തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ ടീച്ചർ, അവനൊരു അധ്യാപകനെ പോലെ തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ ടീച്ചർ, അവനൊരു അധ്യാപകനെ പോലെ തോന്നുന്നു. ഒരു എഴുത്തുകാരനെ പോലെ തോന്നുന്നു എന്നെങ്ങനെ പറയാ. ഹീ ലുക്ക് ലൈക്ക് എ റൈറ്റർ, അവനെ കണ്ടാൽ ഒരു എഴുത്തുകാരനെ പോലെ തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ റൈറ്റർ, അവനെ കണ്ടാൽ ഒരു എഴുത്തുകാരനെ പോലെ തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ റൈറ്റർ, അവനെ കണ്ടാൽ ഒരു എഴുത്തുകാരനെ പോലെ തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ റൈറ്റർ, അവനെ കണ്ടാൽ ഒരു എഴുത്തുകാരനെ പോലെ തോന്നുന്നു. ഒരു ബംഗാളിയാണെന്ന് തോന്നുന്നു എന്നെങ്ങനെ പറയാം. ഹീ ലുക്ക് ലൈക്ക് എ ബംഗാളി, അവനെ കണ്ടാൽ ഒരു ബംഗാളിയാണെന്ന് തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ ബംഗാളി, അവനെ കണ്ടാൽ ഒരു ബംഗാളിയാണെന്ന് തോന്നുന്നു. ഹീ ലുക്ക് ലൈക്ക് എ ബംഗാളി, അവനെ കണ്ടാൽ ഒരു ബംഗാളിയാണെന്ന് തോന്നുന്നു. സാധാരണ ഉപയോഗിക്കുന്ന തന്നെ, അതുപോലെ തന്നെ എന്ന് പറയില്ല, അതിനുപയോഗിക്കണം. തന്നെ എന്നുള്ള ഉപയോഗത്തിന് ജസ്റ്റ് യൂസ് ചെയ്യാം. അതൊരു പശുവിനെ പോലെ തന്നെ. ജസ്റ്റ് ലൈക്ക് എ കൗ, അതൊരു പശുവിനെ പോലെ തന്നെ. ജസ്റ്റ് അതുപോലെ തന്നെ നമ്മൾ പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ജസ്റ്റ് യൂസ് ചെയ്യുക. തന്നെ എന്നുള്ള ഇത് വേണ്ടിയിട്ടാണ് ജസ്റ്റ് യൂസ് ചെയ്യുക. ജസ്റ്റ് ലൈക്ക് എ കൗ, ഒരു പശുവിനെ പോലെ തന്നെ. ജസ്റ്റ് ലൈക്ക് എ കൗ, ഒരു പശുവിനെ പോലെ തന്നെ. ജസ്റ്റ് ലൈക്ക് എ
കൗ, ഒരു പശുവിനെ പോലെ തന്നെ. ജസ്റ്റ് ലൈക്ക് എ കൗ, ഒരു പശുവിനെ പോലെ തന്നെ. ജസ്റ്റ് ലൈക്ക് എ ടീച്ചർ, ഒരു അധ്യാപകനെ പോലെ തന്നെ. ജസ്റ്റ് ലൈക്ക് എ ടീച്ചർ, ഒരു അധ്യാപകനെ പോലെ തന്നെ. ജസ്റ്റ് ലൈക്ക് എ ടീച്ചർ, ഒരു അധ്യാപകനെ പോലെ തന്നെ. അധ്യാപകനെ പോലെ തന്നെ എന്നിങ്ങനെ പറയാം? ജസ്റ്റ് ലൈക്ക് എ ടീച്ചർ, ഒരു അധ്യാപകനെ പോലെ തന്നെ. 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 ടേക്ക് ടു എന്ന് പറഞ്ഞാൽ കൊണ്ടുപോവുക. ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനെയാണ് ടേക്ക് ടു എന്നുള്ള പ്രയോഗം ഉപയോഗിക്കുക. ഞാനൊരു പശുവിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി എന്നെങ്ങനെ പറയാം? ഐ ടുക്ക് എ കൗ ടു കോട്ടയം. ഞാനൊരു പശുവിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് എ കൗ ടു കോട്ടയം. ഞാനൊരു പശുവിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് എ കൗ ടു കോട്ടയം. ഞാനൊരു പശുവിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് എ കൗ ടു കോട്ടയം. ഞാനൊരു പശുവിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി എന്നിങ്ങനെ പറയാം? ഐ ടുക്ക് ഹിം ടു ദ ഗൾഫ്. ഞാൻ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു ദ ഗൾഫ്. ഞാൻ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു ദ ഗൾഫ്. ഞാൻ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു ദ ഗൾഫ്. ഞാൻ അവനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. കടല് കാണാൻ കൊണ്ടുപോയി എന്നെങ്ങനെ പറയാം? ഐ ടുക്ക് ഹിം ടു സീ ദ സീ. ഞാൻ അവനെ കടല് കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു സീ ദ സീ. ഞാൻ അവനെ കടല് കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു സീ ദ സീ. ഞാൻ അവനെ കടല് കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു സീ ദ സീ. ഞാൻ അവനെ കടല് കാണാൻ കൊണ്ടുപോയി. സർക്കസ് കാണാൻ കൊണ്ടുപോയി എന്നെങ്ങനെ പറയാം? ഐ ടുക്ക് ഹിം ടു സീ ദ സർക്കസ്. ഞാൻ അവനെ സർക്കസ് കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു സീ ദ സർക്കസ്. ഞാൻ അവനെ സർക്കസ് കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു സീ ദ സർക്കസ്. ഞാൻ അവനെ സർക്കസ് കാണാൻ കൊണ്ടുപോയി. സിനിമ കാണാൻ കൊണ്ടുപോയി എന്നെങ്ങനെ പറയാം? ഐ ടുക്ക് ഹിം ടു ദ മൂവി. ഞാൻ അവനെ സിനിമ കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു ദ മൂവി. ഞാൻ അവനെ സിനിമ കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു ദ മൂവി. ഞാൻ അവനെ സിനിമ കാണാൻ കൊണ്ടുപോയി. ഐ ടുക്ക് ഹിം ടു ദ മൂവി. ഞാൻ അവനെ സിനിമ കാണാൻ കൊണ്ടുപോയി. ഇപ്പം നമ്മളൊരു വേർഡിന് ING ഫോം ചേർത്തുകൊണ്ട് ആ ക്രിയ ചെയ്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് അതിന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈറ്റിംഗ്, പിന്നെ വായിച്ചുകൊണ്ട് റീഡിങ്, എഴുതിക്കൊണ്ട് റൈറ്റിംഗ്. അപ്പോൾ നമ്മൾ ING ഫോം ഉപയോഗിച്ച് പറയുമ്പോഴൊക്കെ അതും ആ ക്രിയ ചെയ്തുകൊണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത് കേട്ടോ. ഒരു ഭാരം ചുമന്നുകൊണ്ട്, ഐ ആം ക്യാരിയിങ് എ ബർഡൺ. ഞാനൊരു ഭാരം ചുമന്നുകൊണ്ട്. ഐ ആം ക്യാരിയിങ് എ ബർഡൺ. ഞാനൊരു ഭാരം ചുമന്നുകൊണ്ട്. ഐ ആം ക്യാരിയിങ് എ ബർഡൺ. ഞാനൊരു ഭാരം ചുമന്നുകൊണ്ട്. ചുമന്നുകൊണ്ട് എന്നെങ്ങനെ പറയാം? ഐ ആം ക്യാരിയിങ് എ ബർഡൻ. ഞാനൊരു ഭാരം ചുമന്നുകൊണ്ട്. 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 ഇത് വായിച്ചുകൊണ്ട് ഉറങ്ങി എന്നെങ്ങനെ പറയാം? ഐ സ്ലെപ്റ്റ് റീഡിങ് എ ലെറ്റർ. ഞാനൊരു എഴുത്ത് വായിച്ചുകൊണ്ട് ഉറങ്ങി. ഐ സ്ലെപ്റ്റ് റീഡിങ് എ ലെറ്റർ. ഞാനൊരു എഴുത്ത് വായിച്ചുകൊണ്ട് ഉറങ്ങി. ഐ സ്ലെപ്റ്റ് റീഡിങ് എ ലെറ്റർ. ഞാനൊരു എഴുത്ത് വായിച്ചുകൊണ്ട് ഉറങ്ങി. ഐ സ്ലെപ്റ്റ് റീഡിങ് എ ലെറ്റർ. ഞാനൊരു എഴുത്ത് വായിച്ചുകൊണ്ട് ഉറങ്ങി. അപ്പോൾ ഇവിടെ റീഡിങ് വായിച്ചുകൊണ്ട്. പഴം തിന്നുകൊണ്ട് ഓടി എന്നെങ്ങനെ പറയാം? ഐ റാൻ ഈറ്റിംഗ് എ ഫ്രൂട്ട്. ഞാനൊരു പഴം തിന്നുകൊണ്ട് ഓടി. ഐ റാൻ ഈറ്റിംഗ് എ ഫ്രൂട്ട്. ഞാനൊരു പഴം തിന്നുകൊണ്ട് ഓടി. ഐ റാൻ ഈറ്റിംഗ് എ ഫ്രൂട്ട്.
ഞാനൊരു പഴം തിന്നുകൊണ്ട് ഓടി. ഐ റാൻ ഈറ്റിംഗ് എ ഫ്രൂട്ട്. ഞാനൊരു പഴം തിന്നുകൊണ്ട് ഓടി. കുടിച്ചുകൊണ്ട് ഹിന്ദി വായിച്ചു എന്നെങ്ങനെ പറയാ? ദേ റീഡ് ഹിന്ദി ഡ്രിങ്കിങ് വാട്ടർ. അവർ വെള്ളം കുടിച്ചുകൊണ്ട് ഹിന്ദി വായിച്ചു. ദേ റീഡ് ഹിന്ദി ഡ്രിങ്കിങ് വാട്ടർ. അവർ വെള്ളം കുടിച്ചുകൊണ്ട് ഹിന്ദി വായിച്ചു. കിണറിൻ്റെ അടുക്കൽ എന്നെങ്ങനെ പറയാ? ബൈ ദ വെൽ. കിണറിൻ്റെ അടുക്കൽ. ബൈ ദ വെൽ. കിണറിൻ്റെ അടുക്കൽ. ബൈ ദ വെൽ. കിണറിൻ്റെ അടുക്കൽ. ഹിംസെൽഫ് അവന് സ്വന്തമായി. ടു ഹിംസെൽ അവന് സ്വന്തമായി. ടു ഹിംസെൽ അവന് സ്വന്തമായി. ടു ഹിംസെൽ അവന് സ്വന്തമായി. ചോദിച്ചു എന്നെങ്ങനെ പറയാം? ഐ ആസ്ക്ഡ് ഫോർ എ പെൻ. ഞാനൊരു പേന ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ എ പെൻ. ഞാനൊരു പേന ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ എ പെൻ. ഞാനൊരു പേന ചോദിച്ചു. അല്പം ഭക്ഷണം ചോദിച്ചു എന്നെങ്ങനെ പറയാം? ഐ ആസ്ക്ഡ് ഫോർ സം ഫുഡ്. ഞാൻ അല്പം ഭക്ഷണം ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ സം ഫുഡ്. ഞാൻ അല്പം ഭക്ഷണം ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ സം ഫുഡ്. ഞാൻ അല്പം ഭക്ഷണം ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ സം ഫുഡ്. ഞാൻ അല്പം ഭക്ഷണം ചോദിച്ചു. പൈസ ചോദിച്ചു എന്നെങ്ങനെ പറയാം? ഐ ആസ്ക്ഡ് ഫോർ സം മണി. ഞാൻ അല്പം പൈസ ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ സം മണി. ഞാൻ അല്പം പൈസ ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ സം മണി. ഞാൻ അല്പം പൈസ ചോദിച്ചു. ഐ ആസ്ക്ഡ് ഫോർ സം മണി. ഞാൻ അല്പം പൈസ ചോദിച്ചു. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോട് യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.